കുറച്ച് ഇറച്ചി എടുത്തിട്ടേ ബീഫ് എടുത്തിട്ടേ നമുക്കൊരു ബീഫ് ചില്ലി ഉണ്ടാക്കിയാലോ, അല്ലെങ്കിൽ ബീഫ് ഫ്രൈ എന്നൊക്കെ പറയുവേ. അപ്പം ഉണ്ടാക്കി നോക്കാം, വായോ. ബീഫ് നമുക്ക് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുള്ളേ. അപ്പൊ കറി വെക്കാൻ മേടിച്ച കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഒന്ന് ഉണ്ടാക്കി കാണിക്കാന്ന് വെച്ചു. അതിനെ ഞാൻ ഇങ്ങനെയാണ് പീസാക്കി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. 4 പീസാക്കി. ഇത് എന്തായാലും 1/2 കിലോ തികച്ചില്ല കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, കുറച്ച് മുളക് പൊടി. ഇതൊന്ന് വേവിച്ചെടുക്കാനാണ് കേട്ടോ. കുറച്ച് നമ്മുടെ ഗരം മസാല, 1/4 സ്പൂൺ മീറ്റ് മസാല, കുറച്ച് കുരുമുളക് പൊടി. എല്ലാം കുറച്ച് മതി, നമ്മൾ ലേശമല്ലേ ഉണ്ടാക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് ബീഫ് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. നമ്മുടെ ബീഫൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല പോലെ അരിഞ്ഞെടുക്കണം, നുറുക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലവർ, ചില്ലി ഫ്ലേക്സ്, പിന്നെ പെരുംജീരകം ഒന്ന് പൊട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഒന്നായിട്ടല്ല, ഒന്ന് പൊടിച്ചു വെച്ചു. ഇച്ചിരി ബീഫ് മസാല, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു നുള്ളു കുരുമുളക് പൊടി, ഒരു പിഞ്ച് കായപ്പൊടി ചേർക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ചെറുനാരങ്ങ നീര്, ഉപ്പ്, ഇതൊക്കെ തന്നെ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ബീഫൊക്കെ ഒന്ന് തുറന്നു നോക്കണ്ടേ. കണ്ടോ, ഇപ്പോഴത്തെ ബീഫിനകത്തൊക്കെ നിറച്ചും വെള്ളമാണ്. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ എടുത്ത് വെക്കണേ. 1/4 വേവിൽ നമ്മളിത് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് അരിഞ്ഞ് നമ്മൾ പീസാക്കുമ്പോഴത്തേനും നമുക്ക് കറക്റ്റിൽ കിട്ടത്തില്ല. ബാക്കി പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ആയിക്കോളും. ഇതിപ്പം 1/4 വേവ് വെന്തിട്ടുണ്ടേ. ഇതിനി നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. കത്തിയില്ലേ, സൂപ്പറാണ്. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, വർക്ക് നല്ല സൂപ്പറാട്ടോ. അപ്പം ബീഫ് ഇനി നമുക്ക് ഒന്ന് പീസാക്കി എടുക്കണം. ഭയങ്കര കനം കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ. അത് കാണിച്ചു തരാവേ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ കനം കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ കനത്തിൽ എടുത്തേക്കുന്നുണ്ടോ, തീരെ നൈസായിട്ട്. ഇച്ചിരി കൂടെ നൈസായിട്ട് കിട്ടുവാണെങ്കിൽ അതാ നല്ലത് കേട്ടോ. ഭയങ്കര രസമാണ് അത് കഴിക്കാനേ. ബീഫ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി അതിനൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാണിക്കാൻ മാത്രം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി ചെറിയ സ്പൂണിന് 1.5 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂണ്, നമ്മുടെ ബീഫ് മസാലയും പെരിഞ്ജീരകം ഒന്ന് പൊട്ടിച്ചതും ചെറിയ സ്പൂണിന് 1 സ്പൂൺ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 സ്പൂൺ, ചില്ലി ഫ്ലേക്സ് അത് ഒരു 1.5 സ്പൂൺ. ഇനി നമ്മുടെ കോൺഫ്ലവർ, ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ഈ കുറച്ച് ഇതിൻ്റെ പാകത്തിന് ഇതുണ്ട്, ഒരു 1/4 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് കായപ്പൊടി, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണേ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് നമ്മുടെ ഈ ഇതുണ്ടോ ബീഫിൻ്റെ സ്റ്റോക്ക്, ഈ ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. 1/2 മണിക്കൂറൊക്കെയായി നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്യാൻ വേണ്ടി എല്ലാം ഇങ്ങനെ സെറ്റായിരിക്കുന്നത്. മസാല വരട്ടി 1/2 മണിക്കൂറായിട്ടുണ്ട്. ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചു, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം.
മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി നമുക്ക് ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം തീയൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാവുള്ളേ. വെന്തങ്ങനെ കരിഞ്ഞു പോരുത്. അപ്പം ബീഫ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമുക്ക് ഇനിയും എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫ് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കരുത് കേട്ടോ. കാരണം വെച്ചാൽ അതിനകത്തെ ആ മസാലകളെല്ലാം കലങ്ങി പോവില്ലേ. അപ്പം അതുകൊണ്ട് ഒരു 2 മിനിറ്റ്, 1 മിനിറ്റ് മുതൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ തിരിച്ചു മറിച്ച് ഇടാവുള്ളേ. നല്ലപോലെ ഫ്രൈ ആവണം, പക്ഷെ ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കണം. ബീഫിനെ ഇങ്ങനെ കോരിയെടുക്കാം. നമ്മുടെ ബീഫെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ, അതിന് ഒരു ഡെക്കറേഷന് വേണ്ടി ഇച്ചിരി പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില, സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. BDF റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചുണ്ട് ഇങ്ങനെ നൈസായിട്ട് കിട്ടണം കേട്ടോ. പുറം ഫ്രൈ ആവണം, ഉള്ളും നല്ല ജ്യൂസി ആയിരിക്കണം. മസാലയെല്ലാം ഇതേ സെയിമിൽ ഉണ്ടാക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.